Good morning. Good morning. Good morning, ma'am. Good morning. Good morning. കുറേ ക്ലാസ് ആയതുകൊണ്ട് വിഷമിച്ചോ? Morning, teacher. Good morning. കുറേ ക്ലാസ്. നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ക്ലാസ്സുകൾ അടുത്തടുത്തായതുകൊണ്ട് കുഞ്ഞുമക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഇനി മാത്സ് ക്ലാസ് കഴിഞ്ഞാൽ ഇനി ക്ലാസ് ഉണ്ടോ ഇന്ന്? ഇല്ലല്ലോ. നോ. നല്ല പോലെ മുഖം കണ്ണൊക്കെ നല്ല പോലെ കഴുകുക കേട്ടോ. തണുത്ത വെള്ളത്തിലേ കണ്ണുകളൊക്കെ കഴുകി ഫ്രഷ് ആവണേ. കുറേ ടൈമിൽ ഇനി ഫോൺ നോക്കി ഇരുന്നിട്ട് തലവേദന ഒന്നും വരുത്തരുത് കേട്ടോ. ആരാണ് ഫാത്തിമയോ? ഫാത്തിമ നല്ല മോളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്താ ഇങ്ങനെ? ആ വീട്ടിൽ നിന്ന് ഉഴപ്പാന്നല്ലേ? ഞാൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരണല്ലോ. ഫാത്തിമ ഉമ്മേനെ കാണുമ്പോൾ അവൾക്ക് മടി കൂടി. ഇനി ഉമ്മേനെ നോക്കിയിരിക്കാതെ ഫാത്തിമ തനിച്ചിരുന്നേ. ഫാത്തിമ മാത്രം മതി റൂമില്. ഉമ്മ സൈഡിൽ എവിടെയെങ്കിലും നിന്നാ മതി. നോക്കട്ടെ അവളുടെ മടി മാറ്റാൻ പറ്റുമോ. ഓക്കെ, ആർ യു റെഡി? മിസ് കുറച്ച് നേരത്തെ നിങ്ങളെ നിർത്താട്ടോ. ഒരേ ക്ലാസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുന്നല്ലേ? Okay, take your maths textbook, page number 80. എല്ലാവരും മിസ്സിന് അയച്ചു തന്നോ? മിസ് പറഞ്ഞവരൊക്കെ മിസ്സിന് ടേബിൾ അയച്ചു തന്നോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിള് മിസ് പറഞ്ഞവര്. അദീന എന്തായിരുന്നു രാവിലെ ക്ലാസ്സിൽ ഇല്ലാതിരുന്നേ? അദീന അദീന, can you hear me? Yes, miss. എന്തു പറ്റി രാവിലെ? കാരണം പറഞ്ഞേ, പെട്ടെന്ന് പറ. കറണ്ട് പോയി വരുമായിരുന്നു. ഓ അങ്ങനെയുണ്ടോ? പവർ കട്ടാണോ? കംപ്ലൈന്റ്? ഓക്കെ. ക്ലാസ് യൂട്യൂബിൽ കാണണം. പിന്നെ അതുപോലെ ഞാൻ നമ്പർ 5 വരെയിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് അദീനയുടെ പേര് മിസ് അയച്ചിട്ടുണ്ട്. അതിനെ കൂടി അയക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നെക്സ്റ്റ് ബാക്കിയുള്ളവരെല്ലാം തന്നെ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അയക്കുക. നമ്പർ 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എല്ലാവരും നാളെ 5 മണിക്കുള്ളിൽ അയച്ചിരിക്കണം. മിസ്സിന് അയച്ചവരുടെ പേര് മിസ് മാർക്ക് ചെയ്യും. അപ്പോൾ കുറേ ആളുകളില്ലേ, അപ്പം ഞാൻ അയച്ചാലും ഇല്ലെങ്കിലും എന്നെ മനസ്സിലാവില്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ അയക്കുന്നവരുടെ ഒക്കെ പേര് മിസ് നോട്ട് ചെയ്യും. നിർബന്ധമായും 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോട്ടിൽ എഴുതിയത് മിസ്സിന് അയച്ചു തരിക. ഓക്കെ, അതുപോലെ തന്നെ പേജ് നമ്പർ 80യിലെ ഏറ്റവും മുകളിലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ രാവിലെ ക്ലാസ്സിലെടുത്തത്. അപ്പോൾ രാവിലെ ക്ലാസ്സിന് വരാത്തവരെല്ലാവരും അത് ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എഴുതിയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ഫ്രൈഡേ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. സെക്കൻഡ് പീരീഡ് ഉണ്ടാവും ക്ലാസ് ടെസ്റ്റ്. ഫസ്റ്റ് പീരീഡ് അല്ല. ഫസ്റ്റ് പീരീഡ് കുറേ കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികളില്ലതുകൊണ്ട് സെക്കൻഡ് പീരീഡ് ആണ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവുക. പഠിച്ചിട്ട് വരിക. ഓക്കെ. ഹാദിയ, ഐഫൂന
രാവിലെ മദ്രസ ഉള്ളതുകൊണ്ടായിരിക്കൂലേ? Yes. മുഹമ്മദ് മുബ്ദാസിം അങ്ങനെയാണല്ലോ. Yes. ഓക്കെ, മദ്രസയിൽ പോയവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്യുക. നെക്സ്റ്റ്, മൾട്ടിപ്ലൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. പേജ് നമ്പർ 80 എക്സസൈസ് നോക്കുക. മൾട്ടിപ്ലൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, അതായത് 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഹോംവർക്കാണ് അത്. അത് നിങ്ങൾ വെള്ളിയാഴ്ചത്തേക്ക് ചെയ്തു വെക്കുക. ഹോംവർക്ക് HW അവിടെ എഴുതി വെക്ക്. 4 × 4 16, 3 × 5 എഴുതാനുണ്ട്, 6 × 5, 3 × 3, 9 × 4, 2 × 5, 3 × 2, 7 × 4, 5 × 5, 9 × 3, 4 × 2, 8 × 4, 7 × 3, 9 × 5, 6 × 4, 4 × 3, 6 × 2, 8 × 5, 8 × 3, 4 × 1, 5 × 4, 2 × 2, 6 × 3, 7 × 5. ഇത്രയും ഹോംവർക്ക് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. അതിനാ കയ്യിലുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചേ. ടോർച്ചോ എന്താണത് കയ്യിൽ? പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നോക്കിയിട്ടോ, ഫുള്ള് ബൈഹാർട്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നോക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വർക്ക്, മാച്ച് ദി അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്സ് വിത്ത് ദ പിക്ചേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന വർക്കിൽ ആദ്യം നമ്മൾ അഡീഷൻ ചെയ്യണം. അയാൻ ഉണ്ടോ ക്ലാസ്സിൽ? അയാൻ വിജേഷ്, അയാൻ വിജേഷ്. Yes. എന്തായിരുന്നു രാവിലെ ക്ലാസ്സിൽ കയറാതിരുന്നേ? രാവിലെ ഉണ്ടായിരുന്നോ? Yes. ഞാൻ പേര് വിളിച്ചല്ലോ രാവിലെ. രാവിലെ ഞാൻ എങ്ങനെ ക്ലാസ് ഉണ്ടായിട്ടില്ല. ക്ലിയർ ഉണ്ടായിട്ടില്ലാന്നോ? Yes. എന്ത് ക്ലിയർ ഉണ്ടായിട്ടില്ലെന്ന്? നിന്നെയും കണ്ടിട്ടേ ഇല്ല, എന്നാലും നിന്റെ പ്രസന്റ് എങ്ങും കാണല്ലേ. പിന്നെ ഒരു കാര്യം പറയാം, 8:30 അതായത് 8:30 ക്ലാസ്സിന് ചില കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ, വെറുതെ വീട്ടിലിരുന്നിട്ട് 9 o'clock ക്ലാസ് കയറിയിട്ട് പ്രസന്റ് ഇടുന്നിട്ട് ഒരു പതിവുണ്ട്. ആ ശീലം ഒഴിവാക്കി കേട്ടോ. 8:30 ക്ലാസ് ഉണ്ടെങ്കിൽ 8:30 തന്നെ ക്ലാസ് കയറുക. അല്ലാണ്ട് നിങ്ങൾ മാത്സ് ക്ലാസ്സിൽ 9 o'clock വന്നിട്ട് വെറുതെ ഒന്നും മിസ്സിനെ മുഖം കാണിച്ചിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഞാനത് കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് എന്തായാലും അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവർ ലേറ്റ് ആയിട്ടാലും കയറിയാലും പ്രശ്നമില്ല. ബാക്കിയുള്ളവർ വെറുതെ വീട്ടിലിരുന്നൊരു സമയം കളഞ്ഞിട്ടാണ് 9 o'clock കയറുന്നത്. വെറുതെ എന്തിനാ മിസ്സിന് മുഖം കാണുന്ന? നിങ്ങളുടെ പ്രസന്റ് വെറുതെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? വെറുതെ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ബുക്കിൽ പ്രസന്റ് മാത്രം മതിയോ? പഠിക്കണ്ടേ നിങ്ങൾക്ക്? വേണ്ടേ? അതിലൊന്ന് കീർത്തിയാണ് ലേറ്റ് ആയിട്ട് കയറുന്നത്. അയാനെ ഇന്ന് പിന്നെ കണ്ടതേ ഇല്ല. ഞാൻ പേര് വിളിച്ചിരുന്നു. 8:30 മുന്നേ ഞാൻ പേര് വിളിച്ച് 8:45 ആ ടൈമിന് ഞാൻ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. കീർത്തി അതേപോലെ 9 മണിക്കാണ് കീർത്തി കയറുക. അപ്പൊ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യരുത്. വെറുതെ ഇതിനെ ക്ലാസ് അങ്ങനെ ലേറ്റ് ആയിട്ട് 9 മണിക്ക് ലേറ്റ് ആയിട്ട് ക്ലാസ് കയറിയിട്ട് എന്താ കാര്യം? 8:30 തന്നെ വീട്ടിലിരിക്കുന്നവർ കൃത്യമായി 8:30 ക്ലാസ് കയറണം. ഇനി ഞാൻ എല്ലാ ക്ലാസ്സിലും നോക്കും നിങ്ങൾ ഇടയ്ക്ക് ആരെങ്കിലും ഗ്യാപ്പിൽ കയറുന്നവരുണ്ടോന്ന്. അവർ ഞാൻ അങ്ങനെ കഴുത്തിന് തൂക്കി പിടിച്ച് പുറത്തേക്ക് എറിയും കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ട വർക്ക് പേജ് നമ്പർ 80 ലാസ്റ്റ് വർക്ക്. നമ്മൾ ആദ്യം അഡീഷൻ ചെയ്യണം.
ആ നമ്പേഴ്സ് ആദ്യം അഡീഷൻ ചെയ്യണം. അതേ നമ്പേഴ്സ് പിന്നെ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനിൽ കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഏത് പിക്ചറിലാണ് ഉള്ളതെന്ന് മാച്ച് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റിലത്തെ കണ്ടോ നിങ്ങൾ? 5 + 5 + 5 5 + 5 + 5 അതാണ് എന്ത്? 3 ടേംസ് 5. 3 × 5 3 പ്രാവശ്യം 5 വരുന്നതാണ് 3 × 5. 3 × 5. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം 3 തവണകളായിട്ട് 5 എണ്ണം വീതം വരുന്ന പിക്ചർ അവിടെ ഉണ്ടല്ലോ. പെൻസിൽ വെച്ച പിക്ചർ അല്ലേ? ബോക്സ്, പെൻസിൽ ബോക്സ്, കളർ ബോക്സ് അല്ലേ? കണ്ടോ നിങ്ങള്? ക്യാൻ യു സീ? കണ്ടു. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? 5 + 5 + 5 5 + 5 + 5 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം 5. അതിനെയാണ് നമ്മൾ 3 × 5 എന്ന് പറഞ്ഞത്. 3 × 5 3 പ്രാവശ്യം 5 എണ്ണം വീതം വരുന്ന പിക്ചറാണ് അവിടെ മാച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. 4 + 4 + 4 + 4 4 എത്ര പ്രാവശ്യം അഡീഷൻ ചെയ്യാനാ പറഞ്ഞത്? നോക്കിയേ, എണ്ണി നോക്കിയേ. എത്ര ടേംസ്? 4 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം ഉണ്ട് അല്ലേ? 4 ടേംസ്. അപ്പൊ 4 × ഏത് സംഖ്യ? 4. 4 × 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 + 4 + 4 + 4 എന്നുള്ളത് നെക്സ്റ്റിലേക്ക് മാച്ച് ചെയ്യണം. ഏതിലേക്കാ മാച്ച് ചെയ്യേണ്ടത്? 4 × 4ലേക്ക് ആദ്യം മാച്ച് ചെയ്യും. ഒരു പെൻസിൽ വെച്ച് വരച്ചേ അങ്ങോട്ട്. 4 × 4ലേക്ക് മാച്ച് ചെയ്തേ. അങ്ങനെ 4 വീതം 4 എണ്ണം വീതം വരുന്ന 4 ഗ്രൂപ്പ്. ഏത് പിക്ചറാ അത്? ഫിഷ് ആണല്ലേ? ആ, ഗുഡ്. ഫസ്റ്റ് പിക്ചർ അല്ലേ? ഫസ്റ്റ് പിക്ചർ ബ്ലൂ കളറിലെ പിക്ചറിലേക്ക് മാച്ച് ചെയ്യാം. 4 × 4ലേക്ക് മാച്ച് ചെയ്തതിന് ശേഷം പിന്നെ ആ 4 × 4 എങ്ങോട്ട് മാച്ച് ചെയ്യണം? ആ ഫിഷിന്റെ പിക്ചറിലേക്ക്. മിസ് പറയുന്നത് തന്നെ ചെയ്യണേ. നേരത്തെ നിങ്ങൾ ചെയ്തു വെക്കല്ല. മിസ് നിങ്ങൾക്ക് ധൃതിയാക്കല്ലേ. മിസ് പറഞ്ഞു തരട്ടെ. ഒന്നുകൂടി മിസ് പറയാം. 4 + 4 + 4 + 4 4 എന്ന് പറഞ്ഞത് 4 ടേംസ് ഉണ്ട് അല്ലേ? 4 പ്രാവശ്യം ഉണ്ട്. 4 പ്രാവശ്യം 4 ആഡ് ചെയ്യാനാ പറഞ്ഞത്. അതുകൊണ്ട് 4 × 4 4 × 4 എത്ര? ഇതിപ്പോ വേണോ? എനിക്കൊന്ന് പേര് വിളിക്കാനായിരുന്നു. വേഗം തന്നാ മതി. ഓ, ഫോണിന്റെ ചാർജ് തീർന്നോടാ? മിസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. ചാർജ് തീർന്നെങ്കിൽ ലീവ് അടിച്ച് പോയിക്കോ മോളെ. പിന്നെ യൂട്യൂബ് ക്ലാസ് കണ്ടോ. മിസ്സിന് ഒന്നും നിങ്ങളെ പറയാൻ പറ്റില്ല. ഓക്കെ. GR റോസ് അല്ലേ? ലീവ് അടിച്ച് പോകുന്നവര് മിസ്സിനോട് പറയണേ. പെട്ടെന്ന് പോയേക്കല്ലേ. മിസ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോകുന്നവര്. അപ്പൊ 4 + 4 + 4 + 4 എന്ന് പറയുമ്പോൾ 4 × 4 ഏതിലേക്ക്? ആ ഫിഷിലേക്ക് മാച്ച് ചെയ്തു. നെക്സ്റ്റ് 2 + 2 + 2 + 2 + 2 +2 +2 +2 അല്ല, 2 + 2 + 2 + 2 + 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 ഒന്ന് എണ്ണി നോക്കിയേ. ഫാത്തിമ തന്നെ എണ്ണി നോക്കിയേ. ഫാത്തിമ, നിങ്ങൾ ആൻസർ പറയല്ല. ഫാത്തിമ എണ്ണി നോക്കി പറയട്ടെ. 1 1 2 3 4 4 1 5 മുബ്താസിമാണോ? 5 ടേംസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഏതിലേക്കാ മാച്ച് ചെയ്യേണ്ടത്? ഉമ്മനെ നോക്കലായി.
അതെ, നമ്മൾ സെക്കൻഡ് ഏതിലേക്കാ മാച്ച് ചെയ്യേണ്ടത്? മിസ് ഒന്നും കൂടി ഞാനിപ്പൊ കയറിയതല്ലോ. അതന്നെ പറയാൻ പോകുന്നത്. 5 2 + 2 + 2 + അതായത് 5 ടേംസ് 2. അപ്പൊ 5 × 2. ഈ 5 × 2 ഏത് പിക്ചറിലോട്ടാണ് വരക്കേണ്ടത്? 7 ലീഫിലേക്കാണല്ലേ? 2 ഇലകൾ വീതം അവിടെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ലീഫിലേക്കാണ് നമ്മൾ വരക്കേണ്ടത്, മാച്ച് ചെയ്യേണ്ടത്. 2 + 2 + 2 എന്നുള്ളത് 5 × 2ലേക്ക് ആദ്യം മാച്ച് ചെയ്യുക. ഫസ്റ്റ് 5 × 2ലേക്ക്. സെക്കൻഡ് എങ്ങോട്ടാ മാച്ച് ചെയ്യേണ്ടത്? ആ ലീഫിലോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. തെറ്റല്ലേ? നമ്പർ തെറ്റല്ലേ? 5 × 2. നെക്സ്റ്റ് മാച്ച് ചെയ്തോ? നെക്സ്റ്റ് 3 + 3 + 3 + 3. 3 എത്ര ടേംസ് ഉണ്ട്? 3 4 ഉണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് 4 വേണം. 4 × ഏത് നമ്പർ? 4 × 3. 4 × 3. 4 × 3യിലേക്ക് മാച്ച് ചെയ്യുക. അപ്പൊ 4 തവണകളായിട്ട് 3 എണ്ണം വീതമുള്ളത് ഏത് പിക്ചറാണ്? ബലൂൺസ് ഉണ്ടല്ലേ? നല്ല കളറിലെ ബലൂൺസ്. ബലൂൺസ് ഇഷ്ടാണോ നിങ്ങൾക്ക്? അമൃതക്ക് ഇഷ്ടാണല്ലേ? ഏതാണ് മോനെ പറഞ്ഞു തരേണ്ടത്? 3 ആണോ? 3 + 3 + 3 + 3. അത് എത്ര പ്രാവശ്യം ഉണ്ട് മോനെ? നോക്കിയേ, എത്ര ടേംസ് ഉണ്ട്? 4. 4 അല്ലേ? അപ്പൊ 4നോട് ഏത് നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്? 4 × 3. അപ്പൊ സെക്കൻഡിലുള്ള 4 × 3യിലേക്ക് അതായത് മാച്ച് ചെയ്യുക. അവിടുന്ന് ബലൂൺസിലേക്ക് മാച്ച് ചെയ്യുക. ബലൂൺസിലേക്ക് മാച്ച് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് 1 + 1 + 1 + 1 + 1. എത്ര പ്രാവശ്യം ഉണ്ട് 1? ഷയാനും ആദീനിയും വീഡിയോ ഓൺ ചെയ്യണം. 5 ടേംസ് ഉണ്ട് അല്ലേ? അപ്പൊ 5 × 1. അതിന് തൊട്ട് നേരെ തന്നെ ഉണ്ടല്ലേ? നമ്മൾ എങ്ങോട്ട് മാച്ച് ചെയ്യേണ്ട? അതിന് നേരെ ഉണ്ട് 5 × 1. ഇനി ഓരോന്ന് 5 പ്രാവശ്യമുള്ളത് എന്ത് പിക്ചർ അവിടെ കൊടുത്തത്? ചോക്ലേറ്റ്. എല്ലാരും വായിലും വെള്ളം ഊറി ചോക്ലേറ്റ് കാണുമ്പോ അല്ലേ? ചോക്ലേറ്റ് ഇഷ്ടല്ലേ എല്ലാവർക്കും? ഒന്ന് ഇപ്പൊ കിട്ടിയിരുന്നെങ്കിലല്ലേ? ഇന്നലെ ഐസ് തിന്നിരുന്നാ? എന്റെ വീട്ടില് ഫുള്ള് ഐസ്ക്രീമാണ്. ഏടാ നിന്റെ വീട്? ഞാനിപ്പോ ഐസ്ക്രീം തിന്നുന്നുണ്ട്. നിന്റെ വീട് എവിടെയെന്ന് പറയറാ, മിസ് വരാ അങ്ങോട്ട്. അമ്മേന്റെ നാട്ടിലാണ്. അമ്മേന്റെ ആദിനാഥിന്റെ വീട് എവിടെയാ? മാത്തിലോ? അതെയോ? അപ്പൊ മിസ്സിന് അടുത്താണ് നിന്റെ വീട്ടിലേക്ക് വരാൻ. ഐസ്ക്രീം എല്ലാം എടുത്തു വെച്ചോട്ടോ, മിസ് വരേ. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഐസ്ക്രീം ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണെണ്ടോ? എല്ലാരും സ്കൂൾ ബസ്സും കൊണ്ട് പോയാലോ? എന്റെ വീട്ടില്
തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ അതെടുത്ത് ഐസ്ക്രീം ബാറിൽ വെച്ചിട്ട് കഴിച്ചു ഐസ്ക്രീം കഴിച്ചു. അയ്യോടാ ഐസ്ക്രീം കൊറേയൊന്നും കഴിക്കല്ലേ. ഇപ്പൊ ഒന്നാമത് പലവിധ അസുഖാണ്, തൊണ്ടവേദന ഒക്കെ വരും. പിന്നെ പറയും എല്ലാരും, ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒമിക്രോൺ ആണ് കൊറോണ എന്നെല്ലാം പറയും കേട്ടാ. ഐസ്ക്രീം അധികം കഴിക്കണ്ട ആദിനാഥേ. അതെയോ? നമ്മളൊരു ദിവസം വരുന്നുണ്ട് കേട്ടോ, നമ്മളെല്ലാവരും. നമ്മൾ 53 പേരുണ്ട് നമ്മളെ സെക്കൻഡ് ക്ലാസ്സില്. 53 പേര്, 52 പേരും മിസ്സും സ്കൂൾ ബസ്സും കൊണ്ട് ആയനാഥിന്റെ വീട്ടിലേക്ക് വരും ഐസ്ക്രീം എടുക്കാൻ. അവര് വെറുതെ പറയുന്നല്ലോ. എന്താ സാറാ, മിസ് പോകുന്നുണ്ടോന്നാണോ സംശയം? മിസ് പോകുമ്പോ എന്തായാലും സെറേനെ കൂട്ടും. അങ്ങ് ദൂരല്ലേ നിന്റെ വീട്, എന്തായാലും നിന്നെ കൂട്ടിട്ടേ മിസ് പോകൂട്ടോ. ആ ഓക്കെ, നിന്നെ അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യില്ല മിസ്. ഓക്കെ, അപ്പൊ ഐസ്ക്രീം കഴിച്ചു. അതാരാണ്? റിച്ചാർഡ് അല്ലേ? പിന്നെ ആ നിങ്ങളെ 53 എന്ന് പറഞ്ഞ ഞാൻ പിന്നെ 53 പേരെന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാരും കൂട്ടി. അതിനല്ലേ സ്കൂൾ ബസ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വണ്ടിയിൽ പോയാ പോരെ. നിങ്ങൾ എല്ലാവരും കൂട്ടുന്നതുകൊണ്ടാണ് മിസ് സ്കൂൾ ബസ് തന്നെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞത്. കൊതിയന്മാർ, ഐസ്ക്രീം കൊതിയന്മാറിന് എല്ലാരും അല്ലേ? ആ ഓക്കെ, അപ്പൊ ഐസ്ക്രീം മാത്രം കഴിച്ചപ്പോ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? മൾട്ടിപ്ലിക്കേഷൻ അത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പേജ് നമ്പർ 80 ഏറ്റവും മുകളിലുള്ള വർക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മളെ എക്സാം ഇടും. മിസ് ക്ലാസ് ടെസ്റ്റ് വെക്കും. മക്കൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് ക്ലാസ്സിൽ ആയിരിക്കൂല, സെക്കൻഡ് ക്ലാസ്സിലായിരിക്കും. ഓ ഇപ്പൊ ചെയ്തിട്ടില്ല, അതിന്റെ മേലത്തെ ഒന്നും കൂടി പറയാം. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിട്ടില്ല. അതിന് അദ്ദേഹം ക്ലാസ് ഗ്രൂപ്പിൽ ഇപ്പൊ അയക്കും. ഇപ്പൊ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കും. നീ ക്ലാസ്സിൽ കേറിയിട്ടില്ല ഇല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് കേറിയവര് വീണ്ടും യൂട്യൂബ് ക്ലാസ് ഒന്നും കൂടി കാണണം കേട്ടോ. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 80 മൾട്ടിപ്ലൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. കുറേ ഹോംവർക്ക് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യണ്ടേ കുറേ ഉണ്ട്. ഇന്നിപ്പോ 11:30 ക്ലാസ്, ഇത് 12 മണി ക്ലാസ് കഴിഞ്ഞാല് ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് മാത്സ് ക്ലാസ് ഫ്രൈഡേ ആണ്, അന്നേക്ക് ചെയ്താൽ മതി എല്ലാവരും. ആൻസർ മിസ് ക്ലാസ്സിൽ ചോദിക്കും, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. എല്ലാവരും ചെയ്തിട്ട് വരില്ലേ? ഓക്കെ ആണോ? ക്ഷീണം പിടിച്ചു പോയോ? നോ. അയാൻ വിജേഷ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അയച്ചേരണേ മിസ്സിന്. 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അയാൻ വിജേഷ് മാത്രല്ല എല്ലാവരും. എന്നാ ആദിനാഥേ ആദിനാഥ് എന്താ പറഞ്ഞേ? മിസ്സിന് ക്ലിയർ ആയിട്ടില്ല ആദിനാഥേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കുറെ പേര് മിസ്സിന് അയച്ചിട്ടുണ്ട്. മിസ് അങ്ങോട്ട് നോക്കിയിട്ട് സ്റ്റാർ അയച്ചിട്ടുണ്ട് അല്ലേ? എക്കോ ഉണ്ടല്ലേ? അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുറച്ച് പേര് മിസ്സിന് അയച്ചു തന്നു. മിസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർ അയച്ചിട്ടുണ്ട്. എന്താ അൻവിത? അതെയോ? ഓക്കെ ബൈ, മിസ് ക്ലാസ് നിർത്താം. ഓക്കെ ബൈ, സി യു. ബൈ 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 ബൈ. ഓക്കെ ബൈ. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്യണേ. ഓ
എന്താണ്? എന്നെ പല്ല് പറിക്കുമ്പോ എപ്പോഴും എനിക്ക് ഐസ്ക്രീം വാങ്ങി തരുന്നോ? എന്റെ പല്ല് പറിക്കുന്ന ദിവസം ഇന്നലെ ഐസ്ക്രീം വാങ്ങിച്ചു എന്റെ ഈ പല്ല് പറിഞ്ഞപ്പോ. അത് നിന്നെ സോപ്പിങ് ചെയ്യുന്നതാണ് കേട്ടോ നിന്റെ പേരൻസ്. നിന്റെ പല്ല് പൊരിക്കാൻ വേണ്ടിട്ട് അവര് ഡോക്ടറും പറയാറുണ്ടല്ലോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ. ആരെ വാങ്ങി കൊടുക്കാൻ പറയലേ? ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ പോയി പല്ല് പറിക്കുന്ന ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാണ് പല്ല് പറിക്കുന്നത്. അപ്പൊ ഡോക്ടർ പല്ല് പറിച്ച് കഴിഞ്ഞിട്ട് പറയും ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ. അങ്ങനെ പറയുമല്ലേ ഡോക്ടർ? ഐസ്ക്രീമിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ റിച്ചാർഡ്? ICECREAM. ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടാണല്ലേ അവര് വാങ്ങി തരുന്നേ? ഓക്കെ. അപ്പൊ നിന്റെ പല്ല് പോകുന്നതിന്, നിന്റെ പല്ലിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നീ ഐസ്ക്രീമിന്റെ എണ്ണവും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര ഐസ്ക്രീം കഴിച്ചു? പല്ലിന്റെ എണ്ണം ഇന്നലെ ഒരു പല്ല് പറിച്ചിട്ട് തലേന്റെ അടിയിൽ വെച്ചിങ്ങ. എന്തിനാ? പൈസ കിട്ടാൻ. മാലാഖ വന്ന് പൈസ വെച്ചിട്ട് പോയി. എന്നിട്ട് പൈസ തന്നോ? മിസ്സിന് കുറച്ച് തരുവോടാ? മിസ്സിന് കുറച്ച് തരൂടാ? 15 റുപ്പീസ്. അതെയോ? എന്നാ മിസ്സിന് കുറച്ച് തരണടാ. പല്ല് മിസ് പറിച്ച് തലേനെ അടിക്ക് വെച്ചോട്ടോ. ഓക്കെ, ബൈ ബൈ. കൊറേ മുട്ടായി ഉണ്ടെന്നാ? മിസ് എടുക്കാൻ വരാം. ഓക്കെ, ബൈ 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 ബൈ.